ഹായ് ഗായ്സ്, ഇന്ന് ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം കുറച്ച് കൈമ റൈസ് 2 കപ്പ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ചെമ്മീൻ 1 കിലോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ തളിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി മൺചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ചൂടാക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചെമ്മീനിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുക. ചെമ്മീൻ കുക്ക് ചെയ്യാനായിട്ട് 2 to 3 മിനിറ്റ്സ് മതി. അപ്പോഴേക്കും ചെമ്മീൻ കുക്കായി വരും. കൂടുതൽ കുക്ക് ചെയ്താൽ ചെമ്മീൻ ഹാർഡായി പോവും. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആകുമ്പോഴേക്കും ഞാനിതെടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കാൻ പോകുന്നത്. ചെമ്മീൻ മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒരു യെല്ലോ കളറായി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3 പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. വീണ്ടും അതിലേക്ക് ഒരു നല്ല പഴുത്ത തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ നന്നായിട്ട് വഴറ്റണം. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി തക്കാളി നല്ല ഒരു എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാപ്പാൽ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരും. ഇതിന് ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ അല്പം ഇങ്ങനെ കുറച്ച് വെറ്റായിരിക്കുന്നത് അങ്ങനെ ഇരുന്നോട്ടെ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറ് നിരത്താൻ പോവാണ്. ചോറ് ഞാൻ 2 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഹോൾ സ്പൈസസ് എല്ലാം ചേർത്തിട്ടുണ്ട്. നെയ്ച്ചോറിന് വേവിക്കുന്നത് പോലെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് എല്ലാം ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. ഇനി ഇത് ചെമ്മീൻ മസാലയുടെ മുകളിലേക്ക് നമ്മൾ ഈ റൈസ് എല്ലാം നിരത്തി കൊടുക്കുക. ടൈറ്റാക്കി വെക്കരുത്, അപ്പോൾ ഒന്നുകൂടെ ചോറ് വെന്തു പോവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയിലയും കൂടി തൂകിയെടുത്താൽ നമ്മുടെ ചെമ്മീൻ ചോറ് റെഡി. ഇനി ഇത് നല്ല ടൈറ്റായിട്ട് ഫോയിൽ പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്ത് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. മൺചട്ടി ആയതുകൊണ്ട് അധികം നേരം തീ കൊടുക്കുന്നില്ല. അപ്പോൾ 2 മിനിറ്റ് വെച്ചിട്ട് ഓഫ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചിയും മണമൊക്കെയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.